ബഹുമാനിരെ, ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലമായി എല്ലാ വർഷവും ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഞാനും എൻ്റെ സഹപ്രവർത്തകരും തൊഴിലാളികളുമായി തിരുവനന്തപുരത്ത് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമായ ലോട്ടറി തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിലൂടെ ലഭിക്കുന്ന ഒരു ഓണം ബോണസുണ്ട്. ആ ഓണം ബോണസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഡയറക്ടറേറ്റിലോ, ലോട്ടറി ഡയറക്ടറേറ്റിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലോ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുന്നിലോ സമരം നടത്തുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളായി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി നിരന്തരം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഉത്രാടത്തിൻ്റെ തലേ ദിവസമായിരിക്കും ഏറ്റവും ഒടുവിൽ പണം അനുവദിക്കുകയും അത് ബാങ്കിൽ വരാൻ ഉത്രാടം കഴിഞ്ഞ്, തിരുവോണം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബാങ്ക് വർക്കിംഗ് ഡേയിലായിരിക്കും തൊഴിലാളികൾക്ക് അത് എടുക്കാൻ കഴിയുന്നത്. ഇപ്പം കാലം മാറിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ എടുക്കാൻ കഴിയും. ഇപ്പോൾ ATM ഉള്ളവർക്ക് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാ കൊല്ലവും ഓണത്തിന് വേണ്ടി ഒരു മുറവിളി പോലെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോഴും, പ്രത്യേകിച്ച് KM ബാലഗോപാലിൻ്റെ 5 വർഷക്കാലം ലോട്ടറി തൊഴിലാളികളുടെ ബോണസിന് വേണ്ടി മുറവിളി കൂട്ടുകയും അത് നേരത്തെ ഒന്നും എത്ര രൂപ കിട്ടുമെന്ന് പോലും അറിയാതെ ഒക്കെ തൊഴിലാളികൾ ഇരിക്കുന്ന ഒരു കാലയളവിൽ നിന്നും വ്യത്യസ്തമായാണ് പുതുതായിട്ട് വന്ന VD സതീശൻ സർക്കാർ. ആ VD സതീശൻ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം കഴിഞ്ഞ 7 മാസം 31, അതായത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതി ആണെങ്കിൽ ഒരു മാസം മുന്നേ ഉത്തരവിറക്കി. 31-ാം തീയതി ഓണത്തിൻ്റെ ലോട്ടറി തൊഴിലാളികളുടെ ബോണസ് 8,500 രൂപയായും 7,500-ൽ നിന്ന് 8,500 ഒറ്റയടിക്കാക്കി. അതുപോലെ തന്നെ ഈ പെൻഷൻ വാങ്ങുന്നവരുടെ ബോണസ് 2,750 രൂപ എന്നുള്ളത് അത് ഒറ്റയടിക്ക് 1000 രൂപയോടെ കൂട്ടി 3,750 രൂപയാക്കി. അത് VD സതീശൻ സർക്കാരിനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ ഇത്ര കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ശ്രീ VD സതീശൻ സർക്കാരിനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നവർക്കും ഗവൺമെൻറ്റിനും ഒക്കെ എല്ലാവിധ അഭിവാദ്യങ്ങളും INTUC-യുടെ പേരിൽ നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, ആ പണം, നൽകിയ പണം പിന്നീട് സ്റ്റേറ്റ് ക്ഷേമനിധി ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് ഈ കഴിഞ്ഞ 14-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേക്ക് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ ട്രഷറിയിൽ നിന്നും മാറി. അവിടെ നിന്നും അത് ബാങ്കുകളിലേക്ക് വന്നു. ജില്ലാ ഓഫീസർമാരുടെ ബാങ്കുകളിലേക്ക് 19-ാം തീയതി കൈമാറ്റം ചെയ്തു. 19-ാം തീയതി തന്നെ ഒട്ടുമിക്ക ജില്ലാ ഓഫീസുകളിൽ നിന്നും ഈ പണം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതായത് 26-ാം തീയതി തിരുവോണമാണെങ്കിൽ 19-ാം തീയതി കൃത്യം 7 ദിവസം മുമ്പ് എല്ലാ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്ത്, ബോണസ് കൈമാറ്റം ചെയ്ത് തൊഴിലാളികൾക്ക് സന്തോഷമായി. അതുകൊണ്ടൊരു ഗുണം കൂടിയുണ്ട്. തൊഴിലാളികൾക്ക് കൂടുതൽ ഓണം ബമ്പർ ടിക്കറ്റ് എടുത്ത് വിൽക്കാൻ സാധിക്കും. അവർക്ക് 8,500 രൂപ ലഭിച്ചപ്പോൾ 3-4 ബുക്ക് ഓണം ബമ്പർ ഈ പൈസ കൊണ്ട് വാങ്ങി പല തവണയായി ഓണത്തിന് മുമ്പ് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തൊഴിലാളികൾക്ക് 8,500 എന്നുള്ള രൂപ അത് 14,000-15,000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഗവൺമെൻറ് സംജാതമാക്കിയിട്ടുണ്ട്. അതൊരു മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ പണമല്ല, അപ്പോൾ ബമ്പർ വാങ്ങിയാൽ സർക്കാരിൻ്റെ പണം ലഭിക്കും. അതുപോലെ തന്നെ ഈ പണം തൊഴിലാളികളുടെ കയ്യിൽ ആ പണത്തിൻ്റെ ഒരു 8,500 എന്നുള്ളത് വർദ്ധിച്ച് 14,000-15,000 രൂപയാകുമ്പോൾ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും. സ്വാഭാവികമായും VD സതീശൻ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് പറയുന്നത് പോലെ പണം പരമാവധി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുക എന്ന ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാ വിഭാഗത്തിനും ഓണത്തിന് ഇതേപോലെ പെൻഷനും ആനുകൂല്യങ്ങളും ഓണറേറിയവും ഒക്കെ നൽകാൻ സന്മനസ് കാണിച്ച പല മേഖലകളിലും ആദ്യമായി തന്നെയാണ് അത്തരം ഇത് കൊടുത്തത് എന്നുള്ളതും നമുക്ക് ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്. അത്തരത്തിൽ ഈ ഓണം, ഈ പ്രതിവർഷം പറയുന്നത് പോലെ വിലക്കയറ്റത്തിൻ്റെ ഓണമാണെന്നൊക്കെ അവർ ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാനുള്ളൊരു അവസരം കാത്തു നിൽക്കുന്നവർക്ക് ഒരവസരം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ, കുറേ കാർഡുകൾ ഇറക്കുമ്പോൾ, മുമ്പൊക്കെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ പറയുന്നത് പോലെ ഓരോ കാർഡും തൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ളൊരു അവസരമാക്കി ജനങ്ങൾ മാറ്റിയെടുത്ത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കും. അത് VD സതീശൻ സർക്കാരിനെ UDF സർക്കാരിന് ഏറ്റവും ഗുണകരമായി വരുമെന്നുള്ളതിലും സംശയമില്ല.